ആരോ വന്നതുപോലെ തോന്നിയല്ലോ. ആരും വന്നില്ല. റെസ്റ്റ് റൂമിൽ ഇരുന്നപ്പോ ഏതോ പെണ്ണിന്റെ ശബ്ദം കേട്ടല്ലോ. ഹേയ്, അവളെന്റെ ഓഫീസ് കൊളീഗാ. വിഷയമായിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓ, ബെഡ്റൂമിനകത്ത് വരെ ഒന്ന് വിഷയം മാത്രം ക്ലോസ് ആണോ? യമുനെ, അവളൊരു കഥയില്ലാത്തവളാ. എന്നോട് മാത്രമല്ല, ഓഫീസിലുള്ള ബാക്കി എല്ലാവരോടും അവൾ ഇങ്ങനെയാണ് പെരുമാറാറ്. എനിക്ക് ഇടയ്ക്ക് അൺനെസസറി ആയിട്ട് മെസ്സേജൊക്കെ അയക്കും. ഞാനങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തിനാ നീ ഇപ്പം അവളെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഹാപ്പി മൊമെന്റ് സ്പോയിൽ ചെയ്യുന്നേ? നീ വെറുതെ തമാശ പറയല്ലേ. നീ അല്ലേ എനിക്ക് മെസ്സേജ് ചെയ്ത് വരാൻ പറഞ്ഞത്? ഞാനെപ്പോഴാണ് നിനക്ക് മെസ്സേജ് ചെയ്തേ? ഇത് നോക്ക്. ഏയ്, എന്തു പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി? നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞാൻ നിനക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ ഒന്ന് പോ, പ്ലീസ് പോ. ഇതിനെപ്പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. പോ, ദൈവത്തെ ഓർത്തൊന്ന് പോ. നീ എന്താ കാര്യം? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പിന്നെ പറയൂ. എടാ, യമുനെ, Don't touch me. 4 years ആയി നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? യമുനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. Don't say a word. പ്ലീസ് പ്ലീസ്. Don't show your face here. Just get out of here. നിന്നെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? പറയ, ആൻസർ മീ. It's just a lust? What do you mean? നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ മറ്റൊരുത്തിയോട് എങ്ങനെയാ ലസ്റ്റ് തോന്നുന്നത്? നിന്നെ എന്തുമാത്രം വിശ്വസിച്ചിരുന്നതാ, എന്നെ തന്നെ ചതിച്ചില്ലേ? യമുനെ, എന്റെ കൈവിട് പ്ലീസ്. എടുത്തു ചാടി വെറുതെ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്, പ്ലീസ്. യമുനെ, ഇതാരോടും പറയരുത്, പ്ലീസ്. ഹേയ് യമുനെ, പ്ലീസ് 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 ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ, പ്ലീസ്. യമുനെ, പ്ലീസ്. അറേഞ്ച്മെന്റ് ഒക്കെ നന്നായിട്ടുണ്ടല്ലേ? എന്തു പറ്റി മോളെ? എന്തിനാ കുട്ടി അടിച്ചേ? എന്താ
ഡാ എന്താ ഉണ്ടായത് പറയേ. മോനെ എന്താ എന്താ കാര്യം? ചോദിക്കുന്ന കേട്ടില്ലേ, പറയടാ. ഒന്നുമില്ല അമ്മേ, ജസ്റ്റ് സംസാരിക്കുകയായിരുന്നു. ഇവനെ തെറ്റിദ്ധരിച്ചതാ. ഏയ് യമുനെ, എന്തു പറ്റിയടി? എന്തിനാ നീ കരയുന്നേ? നീ എന്തിനാ അവളെ അടിച്ചത്? എടി നീ പ്രോബ്ലം എന്താന്ന് പറ. എടി നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? നീ മാറി. അവൾ ഇമോഷണലായ നോർമൽ ആവാൻ സമയം എടുക്കും നിനക്കറിയില്ലേ? നീ ചെല്ല്, ഞാൻ അവളെ കൊടുക്കേണ്ടി വരാം. ചെല്ല്. എടാ എന്താ സംഭവിച്ചേ? അപ്പോഴേ ഞാൻ പറഞ്ഞത് അവളെ ഇൻവൈറ്റ് ചെയ്യരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ? എടാ, അവൾ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമെന്നോ റൂമിലോട്ട് കയറി വരുമെന്നോ ഞാൻ വിചാരിച്ചോ? എൻഗേജ്മെന്റിന് മുമ്പ് അവളുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോൾ എന്തായി? ഡാ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ശരി, പറയണ്ട. നീ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതോ നീയാ? ഇപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നീ തന്നെ സോൾവ് ചെയ്തേ പറ്റൂ. അത് ശരിയാക്കാതെ ഇങ്ങനെ വെള്ളമൊടിച്ചോണ്ടിരുന്ന നിന്റെ പ്രശ്നമൊക്കെ സോൾവ് ആവോ? പോയി അവളെ പോയി വിളിച്ചോണ്ട് വാ. പോ. ഒരാശ്വാസവാക്കിലൂടെ നീ അനുഭവിക്കുന്ന ഈ വേദന മാറില്ലെന്ന് എനിക്കറിയാം. നാല് വർഷം സ്നേഹിച്ചിട്ട് ദയപ്പം എൻഗേജ്മെന്റ് വരെ എത്തി. ലൈഫിൽ എന്തുമാത്രം ഗുഡ് മെമ്മറീസ് ഉണ്ട്. ചെറിയ ബാഡ് മെമ്മറീസിന് വേണ്ടി നീ എടുത്തേടി ഒരു തീരുമാനം എടുക്കരുത്. ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ലൈഫ്. എന്താണെങ്കിലും നീ ആലോചിച്ച് തീരുമാനിക്കേ. നീ കറക്റ്റ് ആണെങ്കിൽ ഞാനും കറക്റ്റ് ആയിരിക്കും. പക്ഷെ നീ ഒരു തെറ്റ് ചെയ്ത അതേ തെറ്റ് ഞാനും ആവർത്തിക്കും. എന്താ മോളെ ഉണ്ടായത്? നീ എന്താ ഒന്നും പറയാത്തത്? പറയും മോളെ, എന്താ പ്രശ്നം? എന്തായാലും നമുക്ക് പറഞ്ഞു തീർക്കാം. എന്തിനാണ് അവൻ അടിച്ചത്? അവളോട് ചോദിക്കേ. അവരാ സ്നേഹിച്ചത്, അവരാ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ അവര് വഴക്കുണ്ടാക്കുന്നു. ഇത് ശരിയാവില്ല, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അയ്യോ, എന്താ ഇങ്ങനെ പറയുന്നേ? എൻഗേജ്മെന്റും കഴിഞ്ഞു, റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നാളെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി, പോലീസ് സ്റ്റേഷനായി, പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാവും. നമുക്കിത് വേണ്ട, ശരിയാവില്ല. ഒരു മിനിറ്റ് പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ഞാൻ പറയുന്നത് എടുത്തു ചാടി ഒന്നും നടക്കില്ല. തീരുമാനിക്കണ്ട. വെറുതെ എന്തുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. എന്തേ ഈ കാണുന്നത്? സോറി സോറി